വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന സർക്കാരിന്റെ കണക്കുകൾ ദുരിതാശ്വാസത്തിന്റെ വിശ്വാസ്യത തകർക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കണക്കുകൾ കേന്ദ്ര സർക്കാരിന് നൽകിയ മെമ്മോറാണ്ടമാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. SDRF മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് മെമ്മോറാണ്ടം സമർപ്പിക്കേണ്ടത്. ഈ കണക്കിന് SDRF മാനദണ്ഡങ്ങളുമായി ഒരു ബന്ധവുമില്ലെന്നും സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കണക്കുകളാണ് സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കണക്കുകൾ വയനാട് ദുരിതാശ്വാസത്തിൻ്റെ വിശ്വാസ്യത തകർത്തിരിക്കുകയാണ്. എന്തായാലും ഇത് കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്ത മെമ്മോറാണ്ടമാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിന് ഇങ്ങനെയാണോ മെമ്മോറാണ്ടം സമർപ്പിക്കേണ്ടത്? SDRF നോംസ് അനുസരിച്ചിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് ഇത് സമർപ്പിക്കേണ്ടത്. SDRF നോംസുമായിട്ട് യാതൊരു ബന്ധവും ഇതിലെ പല കാര്യങ്ങൾക്കും ഇല്ല. മാത്രമല്ല, ഇതൊരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കണക്കുകളാണ് വെച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ ഒരു സാമാന്യ ബുദ്ധിയുള്ളൊരു ക്ലർക്ക് പോലും ഇത് തയ്യാറാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് എവിടെയാണ് തയ്യാറാക്കിയത്? ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണോ തയ്യാറാക്കിയത്, അതോ ഈ റവന്യൂ വകുപ്പാണോ തയ്യാറാക്കിയത്? ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ വല്ല പരിശോധനയും നടത്തിയിട്ടുണ്ടോ? ഹൈക്കോടതി വിധിയിൽ വന്നിരിക്കുന്നത് ആക്ച്വൽസ് എന്നാണ് പറയുന്നത്. ഇത്രയും ആളുകളുടെ മൃതശരീരം സംസ്കരിച്ചതിന് ഉള്ള തുകയായിട്ട് വലിയ തുക കണക്കാക്കിയിരിക്കുകയാണ്. ഒന്ന് അത് അവിടെ നിങ്ങൾക്കറിയാം, ഒരുപാട് ആളുകൾ അവരുടെ ബന്ധുക്കൾ മൃതശരീരം തിരിച്ചറിഞ്ഞ് അവർ കൊണ്ടുപോയി. ബാക്കിയുള്ള കുറേ മൃതശരീരങ്ങളും ശരീരാവശിഷ്ടങ്ങളുമാണ് അവിടെ ദഹിപ്പിച്ചത്. അതിന് അവിടുത്തെ MLAയും പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ആളുകളാണ് HMLുമായി സംസാരിച്ച സ്ഥലം കണ്ടുപിടിച്ചത്. സ്ഥലം ഫ്രീ ആയിട്ട് തന്നു. കുഴി കുഴിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം അവിടുത്തെ തന്നെ ഒരു NSS യൂണിയൻ പ്രസിഡന്റും അദ്ദേഹത്തിൻ്റെ മകനും ചേർന്നാണ് എല്ലാം ചെയ്തു നൽകിയത്. പ്രവർത്തകരാണ്, സന്നദ്ധ പ്രവർത്തകരാണ് ഇത് മുഴുവൻ ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ സർക്കാരിന് ചിലവായി എന്ന് കണക്ക് കൊടുക്കുന്നത് എന്താണ്? അതിൻ്റെ വിശ്വാസ്യത എന്താണ്? പിന്നെ വോളണ്ടിയർമാർക്ക് ഭക്ഷണം കഴിക്കാൻ അവിടെ തുടക്കം മുതൽ അവസാനം വരെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനാണ് ഭക്ഷണം കൊടുത്തത്, സന്നദ്ധ സേവകരാണ് ഭക്ഷണം കൊടുത്തത്. അപ്പോൾ ഇത്തരം അല്ലാതെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് വളരെ മൈൻഡ് അപ്ലൈ ചെയ്ത് വളരെ നന്നായി ശ്രദ്ധയോടുകൂടി ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കിയാൽ ഉറപ്പായി ഇതിനേക്കാൾ കൂടുതൽ തുക കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ന്യായമായി നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ മെമ്മോറാണ്ടം തയ്യാറാക്കിയതിൽ തന്നെ വലിയ അപാകതയുണ്ടായി. വിശ്വാസ്യതയ്ക്ക് ഭംഗമേൽപ്പിക്കുന്ന രീതിയിലാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ മെമ്മോറാണ്ടം SDRF നോംസ് അനുസരിച്ച് അല്ല തയ്യാറാക്കിയിരിക്കുന്നത്. എവിടെയോ ആരോ തയ്യാറാക്കിയിരിക്കുകയാണ്. അങ്ങനെയല്ല ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കേണ്ടത്. അത് നമുക്ക് പണം കിട്ടാതെ പോകരുത്. ഇതിൻ്റെ വിവാദത്തിൻ്റെ പുറത്ത് ഇതൊരു വിവാദം ഉണ്ടാകരുത്. ഇതിൻ്റെ പുറത്തെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ഇത് ആദ്യമേ തന്നെ പ്രതിപക്ഷം പറഞ്ഞതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ കാര്യത്തിന് വരുന്ന അക്കൗണ്ട് സെപ്പറേറ്റ് അക്കൗണ്ടായി സൂക്ഷിക്കണം. അപ്പോൾ ഒരു സംശയം ആർക്കും വരില്ല. അതിൽ നിന്ന് ഓരോ ദിവസവും ചിലവാക്കുന്ന പൈസ വെബ്സൈറ്റിൽ ഇട്ടാൽ മതി. അപ്പോൾ ആളുകൾക്കറിയാം, അതെ ഇത്രയും പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്, ആ പൈസ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ചിലവാക്കുന്നത് ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കേണ്ടി വരും സർക്കാരിന്. സർക്കാരിവിടെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തേണ്ടി വരും. എല്ലാവരുടെയും സഹായത്തോടു കൂടി അതിന് പണം വേണം. ആ പണം കിട്ടാതിരിക്കാനുള്ള മാർഗമാണ് ഈ മെമ്മോറാണ്ടത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ഇതല്ല മെമ്മോറാണ്ടം, ഇങ്ങനെയല്ല മെമ്മോറാണ്ടം തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിനാവശ്യമായ ശ്രദ്ധ ചെലുത്തിയില്ല, അശ്രദ്ധയുണ്ടായി. സാമാന്യ യുക്തിക്ക് നിരക്കാത്ത തരത്തിൽ ആളുകളെ തലയിൽ കൈവയ്പ്പിക്കുന്ന തരത്തിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്ന ഒരുപാട് പേർക്ക് ഇതിൽ അവിശ്വാസം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ മെമ്മോറാണ്ടം തയ്യാറാക്കിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കാം. ഏത് മെമ്മോറാണ്ടമാണ് ഇത്? മെമ്മോറാണ്ടം തയ്യാറാക്കുമ്പോൾ കുറേ കൂടി, കാരണം അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ഇത് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നവരാണ്. സാധാരണക്കാരന് പോലും അവൻ്റെ യുക്തിക്ക് പോലും നിരക്കാത്ത കണക്കുകൾ എഴുതി വെച്ചാൽ അവിടെ ഇത് കണ്ടു പരിശീലിച്ച ഉദ്യോഗസ്ഥർ അതിനെ ഗൗരവമായിട്ട് എടുക്കുമോ? ഒന്ന് സർക്കാർ റീതിങ്ക് ചെയ്യണം, പുനരാലോചിക്കണം, പുനർചിന്തനം നടത്തി കുറേ കൂടി ഭംഗിയായി. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ 1200 കോടി രൂപ, 2000 കോടി രൂപയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അവിടെയുള്ള വാർണിംഗ് മെക്കാനിസം ഉണ്ടാക്കുന്നതിന്, ഇവാക്യുവേഷൻ പ്ലാൻ നടത്തുന്നതിന്. ഇപ്പോൾ വീണ്ടും അവിടെ കിടക്കുന്ന ആളുകൾ അപകട മേഖലയിലാണ്. അവരെ റീലൊക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് അപകടം ഉണ്ടാകും. ഇതെല്ലാം ഉൾപ്പെടെയുള്ള ഏകദേശം 2000-ഓളം വീടുകൾ പണി കൊടുക്കാൻ ഉള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള
അതിമനോഹരമായി SDRF റൂളിന് അനുസരണമായി അനുരോധമായി ഇത് തയ്യാറാക്കാൻ കഴിയും. എന്തായാലും ഇതിൽ വലിയ അപാകതയുണ്ടായി, വിശ്വാസ്യതയ്ക്ക് ഭംഗമേൽപ്പിച്ചു. ഇത് ആരാണ് ഇതിന് ഉത്തരവാദികൾ, ഇങ്ങനെ കൊടുക്കാൻ ഉത്തരവാദികൾ, അവരാരാണ് എന്ന് അന്വേഷിച്ച് അവർക്കെതിരായി നടപടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. സെക്രട്ടേറിയറ്റിലെ സാമാന്യ ബുദ്ധിയുള്ള ഒരു ഉദ്യോഗസ്ഥനും ഇത്തരമൊരു കണക്ക് തയ്യാറാക്കുമെന്ന് കരുതുന്നില്ലെന്നും ഈ കണക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണോ റവന്യൂ വകുപ്പാണോ തയ്യാറാക്കിയതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ആക്ച്വൽസ് ആണ് ഹൈക്കോടതി വിധിയിൽ വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത്രയും ആളുകളുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വലിയ തുകയാണ് കണക്കാക്കിയിരിക്കുന്നത്. നിരവധി മൃതശരീരങ്ങൾ ബന്ധുക്കൾ കൊണ്ടുപോയി സംസ്കരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മൃതശരീരങ്ങൾ സംസ്കരിക്കാൻ MLAയും പഞ്ചായത്തും ഉൾപ്പെടെയുള്ളവരാണ് HMLുമായി സംസാരിച്ച് സ്ഥലം കണ്ടെത്തിയത്. കുഴിയെടുക്കാനുള്ള സൗകര്യം സ്ഥലത്തെ NSS യൂണിയൻ പ്രസിഡന്റാണ് നൽകിയത്. മുഴുവൻ മൃതദേഹങ്ങളും സംസ്കരിച്ചത് സന്നദ്ധ പ്രവർത്തകരാണ്. യാഥാർത്ഥ്യം ഇതായിരിക്കെയാണ് ഒരു മൃതദേഹം സംസ്കരിക്കാൻ സർക്കാരിന് 75,000 രൂപ ചെലവായെന്ന കണക്ക് നൽകിയിരിക്കുന്നത്. വോളണ്ടിയർമാർക്ക് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും സന്നദ്ധ പ്രവർത്തകരുമാണ് ഭക്ഷണം നൽകിയത്. കള്ളക്കണക്കെഴുതാതെ ശ്രദ്ധയോടെ നിവേദനം തയ്യാറാക്കി നൽകിയിരുന്നെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ന്യായമായ സഹായം വാങ്ങിയെടുക്കാമായിരുന്നു. വിശ്വസ്യത തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് സതീശൻ വിമർശിച്ചു. എവിടെയോ ആരോ തയ്യാറാക്കിയ മെമ്മോറാണ്ടമല്ല സംസ്ഥാന സർക്കാർ സമർപ്പിക്കേണ്ടതെന്നും വിവാദങ്ങളുണ്ടായി സഹായം ലഭിക്കാതെ പോകരുതെന്നാണ് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ സഹായനിധിയിൽ പ്രത്യേക അക്കൗണ്ട് തുടങ്ങണമെന്ന് പ്രതിപക്ഷം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണ്. അതിൽ നിന്നും ചെലവഴിക്കുന്ന തുകയുടെ കണക്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചാൽ വിശ്വാസ്യതയും വർദ്ധിക്കുമായിരുന്നു. ആളുകൾ തലയിൽ കൈവയ്ക്കുന്ന തരത്തിലാണ് സർക്കാർ മെമ്മോറാണ്ടം തയ്യാറാക്കിയിരിക്കുന്നത്. 2000 കോടിയുടെയെങ്കിലും ദുരിതാശ്വാസ പ്രവർത്തനം വയനാട്ടിൽ നടത്തേണ്ടി വരും. ഇത് ചൂണ്ടിക്കാട്ടി SDRF മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായ മെമ്മോറാണ്ടമാണ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കേണ്ടത്. മെമ്മോറാണ്ടം തയ്യാറാക്കിയത് ആരാണെന്ന് കണ്ടെത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു.